ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം. അപ്പം ഇതാ ഇന്നത്തെ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പെരയിൽ കല്യാണ ഒരുക്കങ്ങളാണ്, മോളെ കല്യാണമൊക്കെയാണ് കേട്ടോ നടക്കാൻ പോണത്. ജനുവരി 12-നാണ് കല്യാണം. അപ്പം ഞങ്ങളിന്ന് സ്കൂളൊക്കെ പൂട്ടിയില്ലേ, അപ്പോൾ ബോട്ടേക്ക് സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുവരെ പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല. കല്യാണം പറയാനേ 10-25 ദിവസമൊക്കെ ഇനി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് കല്യാണം പറയാൻ അങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ. ഞങ്ങളെല്ലാവരോടും കൂടിയിട്ടാണ് ഇറങ്ങണം. ആദ്യം നമ്മളെ പെരയെ കൂടെ അങ്ങോട്ട് പോവാണ് കേട്ടോ. കൊണ്ടോട്ടി കൂടെ നെടിയിരിപ്പ് കൂടെ അങ്ങനെ പോയിട്ട് നമ്മൾ അയലോക്കത്തും എല്ലായിടത്തും അനിയത്തിയാളെ വീട്ടിലും ഒക്കെ പറഞ്ഞിട്ട് ഇന്ന് അങ്ങോട്ട് കഴിച്ചാന്നൊക്കെ വിചാരിച്ച്. ബാക്കിയുള്ളതൊക്കെ നമുക്കിപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും തീരൂല. ഒരുപാട് കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് തീരൂലല്ലോ, വൈകുന്നേരം വരെ പറഞ്ഞാലും ഒക്കെ. പിന്നെ അടുത്തടുത്താണെങ്കിൽ പിന്നെ നമുക്ക് നല്ല എളുപ്പക്കാരല്ലേ പറയാനത്. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വരുന്നത് നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. കുടുംബത്തിലും ബന്ധുപാട്ടിലൊക്കെ പിന്നെ നമ്മൾ പോയി പറയുന്നമാണല്ലോ, വിളിച്ച് പറയാനൊന്നും പറ്റൂലല്ലോ. ഫോണൊക്കെ വിളിച്ച് ഇപ്പം എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പോയി പറയേണ്ടടുത്ത് നമ്മൾ പോയി തന്നെ പറയണമല്ലോ. അപ്പം നമ്മളിതാ ഓരോ സ്ഥലത്തേക്ക് അങ്ങനെ പോയിക്കോണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് കല്യാണം പറച്ചിലിന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. നമുക്ക് ആദ്യമായിട്ടുള്ള കല്യാണമല്ല അപ്പം നമുക്ക് തുടങ്ങുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള പേടിയും കാര്യങ്ങളൊക്കെ അത് ഉള്ളിലുണ്ട്. എങ്ങനെയൊക്കെ ശരിയായിട്ടോ പറഞ്ഞത്, ഇങ്ങനെയാണ് നിൽക്കുള്ള ഓരോ ബേജാറൊക്കെ നമുക്ക് ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഓരോരുത്തർ ചെല്ലുമ്പോഴും ഓരോ ഗ്ലാസ് വെള്ളവും ചായയൊക്കെ എടുക്കാൻ നിൽക്കും ചെയ്യും. എങ്ങനെയാണ് തട്ടിപ്പോവുക, അതൊക്കെ നമ്മൾ ബന്ധുപ്പാട്ടൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ പോണ വിശേഷങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താന്നല്ലാതെ അവിടെ എത്തിയിട്ടുള്ള വീട്ടിലുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താനൊന്നും നമ്മൾ നിൽക്കൂല കേട്ടോ. അതൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. വീഡിയോ എടുത്താണ് യൂട്യൂബിൽ ഇടല്ലേ. അപ്പോൾ അതാ ഇങ്ങനത്തെ ഓരോ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിൽ അങ്ങോട്ട് ഉൾപ്പെടുത്താനൊക്കെ നമുക്ക് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി സംഗതി നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. ഇതൊരു കുളമാണ് കേട്ടോ. ഈ കുളം ഇങ്ങനെയൊന്നല്ലേ, ഇത് സാധാ വട്ടത്തിലൊരു കുളം. ഇപ്പോഴാണ് കേട്ടത് കെട്ടി നന്നാക്കിയത്. ഇവിടെ വരസത്തെ വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ. വരസത്തെ ഇതിൽ അടിപൊളിയായിട്ട് നിറച്ചും വെള്ളം ഉണ്ടായിട്ട് ഇതിലിങ്ങനെ ഞങ്ങൾ നീന്തി കുളിച്ചുന്ന കുളമാണ് കേട്ടോ. ഇത് ചെറിയോളം എന്ന് പറയും. വേനൽക്ക് ഇതിൽ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. വേനൽക്ക് അവിടെ വലിയോളം പറഞ്ഞൊരു കുളമുണ്ട്. ആ കുളത്തേക്ക് ഞങ്ങൾ കുളിച്ചാൻ പോയത്. ഇപ്പം ഒന്നും ആരും ഒടുക്കും കുളിച്ചാനും തിരുമ്പാനൊന്നും ഇറങ്ങൂലല്ലോ. അപ്പോൾ ഈ ജലനിധി പിന്നെ എല്ലായിടത്തും കോറിയും കോളും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്നൊക്കെ മോട്ടർ ഇട്ടാണ് വെള്ളം അങ്ങോട്ട് എടുക്കില്ലേ. രണ്ടും കുളവും കിണറൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ കറണ്ടില്ല മോട്ടർ ഇട്ട് വെള്ളം എടുക്കാൻ. അപ്പോൾ ഇതേപോലെ വരസത്താണ് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ കിണറിലും ആ കുളത്തിലും എന്നൊക്കെ പറഞ്ഞ മാതിരിക്ക്. അല്ലാത്ത സമയത്തൊക്കെ കുറച്ച് അടിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ കുടിക്കലും കുടത്തിലൊക്കെ എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് വൈകുന്നേരം രാവിലെയൊക്കെ ഇറങ്ങിയിട്ട് വെള്ളം കൊണ്ടുവരും. ആ ഒരു സ്നേഹബന്ധമാണ് മക്കളെ ഞങ്ങൾ തമ്മിൽ ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു കിണർ കണ്ടില്ല നിങ്ങൾ. കിണർ എന്ന് പറഞ്ഞാൽ കിണർ കേട്ടോ. അപ്പോൾ അവിടെ ചുറ്റുമതിലൊന്നും ഇല്ല കേട്ടോ. അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ് കേട്ടോ ഈ കിണർ. അപ്പോൾ വരസത്ത് ഞങ്ങൾ വെള്ളം മുക്കിൻ്റെ കിണറാണ്. വേനൽക്ക് തീരൊന്നും വെള്ളം ഉണ്ടാവില്ല, ആ കുളത്തിലും ഉണ്ടാവില്ല, തീരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടിയിൽ പോയി വെള്ളം കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ജലനിധിയും കോറിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ മോട്ടറും പൈപ്പൊക്കെ അവിടെ വെച്ചാൽ പിന്നെ വെള്ളത്തിനൊന്നും ഇപ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോ. അന്നത്തെ കാലത്തുള്ളൊരു സ്നേഹബന്ധമാണ് മക്കളെ എന്നും നമ്മൾ നിലനിൽക്കുന്നത്. ഇന്നത്തെ കുട്ടികളെ ആരെങ്കിലും പുറത്ത് കാണും, ഒക്കെ ഔത്ത് മോട്ടറും വെള്ളവും കുളിച്ചും. അന്നത്തെ കാലത്തൊന്നും ആർക്കും നീന്താൻ അറിയാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഒക്കെ നീന്താൻ പഠിച്ചാൽ വേറെ എവിടേക്കെങ്കിലൊക്കെ പോയിട്ട് പഠിച്ചണം ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ നീന്താൻ അറിയണമെങ്കിൽ. അങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്ത സംഭവമുള്ള ഒരു നാട് തന്നെയാണ് മക്കളെ നമ്മളെ നാട്. അങ്ങനത്തെ നമ്മളെ അയൽവക്കത്തൂടൊക്കെ ഇങ്ങനെ പോകണം കേട്ടോ. ഇപ്പോഴും ഇതാ പൈപ്പ് വെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ച പാത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇപ്പോഴും ജലനിധിയും പൈപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഒന്നും വെള്ളം കുഴിച്ചാലും വെള്ളം കാണാത്തൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ അനിയത്തി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇപ്പോൾ അവിടെ കണ്ടില്ല പെരകളൊക്കെ, അവിടെയൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് എത്തണം ഇങ്ങനെ നടന്നാണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ നടന്നിങ്ങനെ ഞങ്ങൾ വർത്താനം വന്ന് ഇങ്ങനെ നടന്ന് പോവാണ്. പണ്ടൊക്കെ എല്ലാവരും തിരുമ്പി കുളിച്ചാൻ പോകുന്നു. ഇപ്പോൾ ഒക്കെ ഔട്ട് സെറ്റാക്കില്ല വെള്ളം അടിപ്പണില്ല സിമെൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കിയാണെങ്കിൽ ഈ പെരയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ ഒരു ടാങ്കി കെട്ടിയാണ് വാർപ്പത്തെ വെള്ളം ഇങ്ങനെ ദീക്ക് വെക്കുക. അങ്ങനെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വെള്ളം. ഇപ്പം പറഞ്ഞില്ല പണ്ടത്തെ മാതിരിക്കൊന്നും അല്ലല്ലോ ഇപ്പം. അപ്പോൾ പിന്നെ ഞങ്ങൾ പെരയിലെത്തി. കല്യാണം പറച്ചിലൊക്കെ എല്ലായിടത്തും കഴിഞ്ഞ് പെരയിലെത്തി. പിന്നെ വൈകുന്നേരം പോരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇമ്മച്ചി ഔലുമിൽക്കും ചായയും അതും ഇതൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ നമ്മളെ എൻ്റെ തറവാടാണ് കേട്ടോ ഇവിടെ അടുത്ത്, എൻ്റെ ഉപ്പാൻ്റെ വീട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് അവിടെയും കൂടി ഒന്ന് പറയണം. അവിടെ പിന്നെ അമ്മായി കഴിഞ്ഞിട്ട് നിൽക്കൽ, അമ്മായിയൊക്കെ മരിച്ച് അവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെയും കൂടി കല്യാണം പറഞ്ഞിട്ട് പിന്നെ നമ്മളെ പെരയ്ക്ക് അങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാണ്. അങ്ങനെ പിന്നെ കല്യാണങ്ങളൊക്കെ ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ പെരയിലെത്തി. അപ്പോൾ ആ മിന്നു വന്നിട്ട് ഓള് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേനി, ട്രെയിനിങ് ചെയ്യേനി നമ്മളെ കല്യാണപ്പുരണ്ണെ. അപ്പോൾ ഓൾക്ക് എന്തൊക്കെയോ പരിപാടി ഉണ്ട്, അർനേറ്റോ റിങ്കോലി അത് ഇതൊക്കെ ഉണ്ട്. കുട്ടികൾക്കല്ലേ ഇപ്പം അതൊക്കെ ആരംഭം എന്ന് പറഞ്ഞാണ്ട് അതൊക്കെ ഇപ്പോൾ കല്യാണത്തിനല്ലേ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹിസൂനുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളത് ഓള് കൊണ്ടുകൊണ്ട് വന്നിക്കാണ് കേട്ടോ. ഓളത് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. ഓളിപ്പം ഇന്നലെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നാണ് ഓള് വന്നത്. ഞങ്ങൾ പോയപ്പോഴത്തേനും ഓള് വന്നിട്ടില്ലേനി. ഓള് വന്നിക്കാണെങ്കിൽ ഓളെയും കൊണ്ട് പോയിന് കേട്ടോ നമ്മൾ നെടിയിരിപ്പിക്ക് നമ്മളെ പെരയ്ക്ക്.
പിന്നെ ഒക്കെ സാധനങ്ങളൊക്കെ ഇതൊക്കെ വാങ്ങി പോരാണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് ഓളങ്ങോട്ട് വന്നിന് കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെയാ രംഗോലി എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊക്കെ ഇട്ട് വലിയ പരിപാടി ആഡംബരവും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല. ഓൾക്ക് ഇതൊക്കെ ഇട്ടാണെന്നൊരു ഫോട്ടോ എടുക്കുക അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഓൾ കൊണ്ടുവന്നിട്ട് കേട്ടോ. ഇനിയിപ്പോൾ 24-ാം തീയതി 25-ാം തീയതിയൊക്കെയാണ് പരിപാടി. ആ പരിപാടിയൊക്കെ ഓരോ വീഡിയോ മൊബൈലിലൊക്കെ ഓരോ എടുക്കുമ്പോൾ ഞാൻ അതൊക്കെ വീഡിയോസ് എടുത്താണ് നിങ്ങൾക്ക് കാട്ടിത്തരണ്ട് കേട്ടോ. അല്ലാതെ ഇപ്പോൾ നമ്മൾ പോകണമെന്നില്ല. ഓരോടോ അവിടെയോടോ സ്ഥലത്തൊക്കെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ സ്ഥലത്തൊക്കെ പോയാണ്ടാണ് ഓൾ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാൻ കഴിയുള്ളൂ. അധികം മുഖങ്ങളും കാട്ടിയാണ് കുട്ടികളുടെയൊക്കെ ഇങ്ങനെ കണ്ടില്ല ഇങ്ങനത്തെ കറപ്പിക്റ്റായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ റീനു തലയിലൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അവർക്കൊക്കെ വല്ലാത്തൊരു കൗതുകം അതൊക്കെ കണ്ടപ്പോൾ നമുക്കിത് ആദ്യമായിട്ടല്ലേ, നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കും തന്നെ അതൊക്കെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത് കൊട ഇങ്ങനത്തെ ഓരോ ഞാനിപ്പോൾ ഇത് ആദ്യമൊക്കെ ഇട്ടൊക്കെ തന്നെ കാണുക, ഫോട്ടോത്തിലൊക്കെ ഇങ്ങനെ കാണുന്നല്ലാതെ അല്ലാതെ നമ്മളിത് കണ്ടിട്ടൊന്നുമില്ല മക്കളെ. അങ്ങനത്തെ റിഫും തട്ടൊക്കെ ചുറ്റിക്കെട്ടിയാണ് പിന്നെ അതൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നമ്മൾ ഇത്ര തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തുക. അങ്ങനെ പിറ്റേന്ന് നമ്മളെ പെര പൊളിച്ചാൽ പാടില്ല. JCBയും ആൾക്കാരൊക്കെ നമ്മളെ പെരയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പെര ഇങ്ങനെ പൊളിച്ചോണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ പൊളിച്ചുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല. നമ്മളെ പെരയൊക്കെ പൊളിച്ചാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് പുതിയ പെര എടുക്കാന്നുള്ളൊരു സമാധാനം അതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഒരു വിഷമം. കാരണം 75 വർഷം പഴക്കമുള്ള പെരയിൽ പിന്നെ ഇതിൽ നമ്മളെ വല്യാപ്പാൻ്റെ മക്കളും കുട്ടികളും എല്ലാവരും ഈ പെരയിൽ കഴിഞ്ഞു പോയി, കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ അങ്ങനെ ഞങ്ങളെ ഉമ്മാക്ക് ഈ വീട് കൊടുത്ത് ഞങ്ങളും ഉമ്മയൊക്കെ കേട്ടോ ഇതിലിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പം നമ്മളെ നാട്ടിലുള്ള ചെക്കന്മാരുണ്ടാവില്ല എല്ലാവരും കൂടിയിട്ടാണ് അതിൻ്റെ മുകളിലത്തെ കൗക്കോലും ഓടും അതും ഇതൊക്കെ ഇറക്കിയത് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഇതാ JCB മാന്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ് ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഉൾപ്പെടുത്താണ് മക്കളെ. കല്യാണത്തിൻ്റെ രംഗോലി, അറബിക് നൈറ്റ്, മെഹന്തി, മൈലാഞ്ചി കല്യാണം എന്നൊക്കെ പറഞ്ഞ മാതിരി അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിലെ പണികളും കാര്യങ്ങളും അതൊക്കെ വീടൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചൊക്കെ ഒന്ന് റെഡിയാക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ് കേട്ടോ മക്കളെ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.